നമസ്കാരം, നേത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മേഘ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. പ്ലാസ്റ്റിക് പേനകൾ പാടെ ഉപേക്ഷിച്ച് കിളിമാനൂർ തൊളിക്കുഴി SLVLP സ്കൂൾ. സ്കൂളിന്റെ പരിസ്ഥിതി സൗഹൃദ മാതൃക നാടിന് അഭിമാനം. പരപ്പൻകാണിക്ക് ഇന്നും റേഡിയോ പ്രിയങ്കരം. സ്മാർട്ട് ഫോൺ വിപ്ലവത്തിനിടയിലും റേഡിയോ കൈവിടാതെ തിരുവനന്തപുരം ആദിവാസി മേഖലയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് മാധ്യമ ഉപഭോക്താവ് പരപ്പൻകാണി. അപാരമായ ഓർമ്മശക്തി കൊണ്ട് വിസ്മയം തീർക്കുന്ന അജി രഘു ഗിന്നസ് റെക്കോർഡ് തേടി. കളിമൺ പോലെ പൊടിഞ്ഞു നുറങ്ങി മൺപാത്ര നിർമ്മാണ വ്യവസായം. നെയ്യാറ്റിങ്കര തൊഴിൽക്കല്ലിലെ തൊഴിലാളികൾ പുതിയ തൊഴിലുകൾ തേടുന്നു. വാർത്തകൾ വിശദമായി. കിളിമാനൂർ തൊളിക്കുഴി SLVLP സ്കൂൾ പരിസ്ഥിതി സൗഹൃദ മാതൃകകൾക്ക് പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. പ്ലാസ്റ്റിക് പേനകൾക്ക് പകരം സ്കൂളിന് വേണ്ട കടലാസ് പേനകൾ നിർമ്മിക്കുന്നത് അംഗപരിമിതിയുള്ള രജനിയാണ്. സ്കൂളിൽ നടക്കുന്ന തൂലികാ വിപ്ലവത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. കിളിമാനൂർ തൊളിക്കുഴി SVLP സ്കൂളിലെ തൂലികാ വിപ്ലവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം രഞ്ജിനിയെ പരിചയപ്പെടണം. പോളിയോ മൂലമുണ്ടാകുന്ന അംഗപരിമിതി മറികടന്ന് രഞ്ജിനി നിർമ്മിക്കുന്ന പേപ്പർ പേനകളാണിത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുതകുന്ന പേപ്പർ പേനകൾ. 8 രൂപ വില ഈടാക്കുന്ന ഈ പേപ്പർ പേനകൾ കൊണ്ട് രഞ്ജിനി സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുന്നു. കൂടെ പുതിയൊരു പരിസ്ഥിതി സൗഹൃദ മാതൃകയും കാഴ്ചവെക്കുന്നു. തൊളിക്കുഴിയിലെ സ്കൂളിലാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ ടെക്നോ പാർക്കിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട്. രഞ്ജിനി നിർമ്മിച്ച 300-ലേറെ പേപ്പർ പേനകൾ ഉപയോഗിക്കുന്നത് കിളിമാനൂർ തൊളിക്കുഴി SVLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ സമീപകാലത്തെടുത്ത് മാതൃകാപരമായ ഒരു തീരുമാനം ഇതായിരുന്നു: ഇനി ഈ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക് പേനകൾ വേണ്ടെന്ന്. ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞുങ്ങളുമാണ് അടുത്ത തലമുറയിലേക്ക് ഈ നാടിനെയും ഈ സമൂഹത്തെയും കൊണ്ടുപോയത്. അവരിൽ വരുത്തുന്ന ചെറിയ ശീലങ്ങളിലെ മാറ്റങ്ങളിലൂടെ ഒരു ശക്തമായ മാറ്റത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SVLP സ്കൂളിലെ തൂലികാ വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ അവിടം കൊണ്ടും തീരുന്നില്ല. ഓരോ പേനയിലും ഏതെങ്കിലും ഒരു വിത്ത് ഒളിപ്പിച്ചു വെച്ചാണ് രഞ്ജിനി പേനകൾ നിർമ്മിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞാൽ ഈ പേനകൾ വലിച്ചെറിയുന്നത് പുതിയൊരു തൈ നടുന്നതിന് തുല്യമാണ്. പച്ചക്കറിയും മരവിത്തുകൾ, ചെറിയ മരവിത്തുകൾ ഏതാന്ന് വെച്ചാൽ അത് ചെടികൾ, ഇതൊക്കെ ഇതിലിടാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതൊരു നന്മ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. കിളിമാനൂരിനടുത്തെ വഴിയോരക്കട നടത്തുന്ന മഹേഷ് മണിരാജാണ് സ്കൂളിന് ഈ ആശയം കൈമാറുന്നത്. ഒരു അധ്യയന വർഷം ഫുള്ള് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും ഒരു സ്കൂളിൽ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ കേരള ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ ഒരു അധ്യയന വർഷം ഫുള്ള് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം മുഴുവൻ ഈ പറയുന്ന പേപ്പർ പേന എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരും. ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ കുറിക്കുന്ന വാക്കുകൾക്ക് പ്രകൃതിയുടെ അതിജീവനത്തിൻ്റെ നന്മയുടെ ഹരിതഗന്ധമുണ്ട്. ഈ പ്രകാശം ഇനിയും ഒരുപാട് പേർക്ക് വഴിവിളക്കാകുമെന്നുറപ്പ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും മാതൃകയാവുകയാണ് SVLP സ്കൂളും വഴിയോരക്കരയും ചേർത്ത് നടത്തുന്ന തൂലികാ വിപ്ലവം എന്ന പദ്ധതി. വിദ്യാലയങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, വിഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുകയാണ് ഈ പദ്ധതി. ക്യാമറമാൻ നിഖിൽ വിക്ടർ ജോയോടൊപ്പം മേഘ പത്മകുമാർ, നേത്ര ന്യൂസ്, മാരവാനീസ് കോളേജ്. തിരുവനന്തപുരം അഗസ്ത്യാർകുടം വനത്തിലെ കാണി വിഭാഗക്കാർക്ക് ആദ്യമായി മാധ്യമമെന്തെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാണ് പരപ്പൻകാണി. വനത്തിലേക്ക് ആദ്യമായി റേഡിയോ എത്തിച്ച പരപ്പൻകാണി ഇന്നും അറിയപ്പെടുന്നത് റേഡിയോ പരപ്പൻ എന്നാണ്. പരപ്പന്റെ റേഡിയോ ഇന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയെ ചേർത്ത് പിടിച്ച് പരപ്പനും. പുല്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ, ആരും കല്ലെറിയല്ലേ. അഗസ്ത്യാർകൂടം വനാന്തരത്തിൽ നിന്ന് ആധുനിക ലോകത്തേക്കുള്ള വാതിൽ തുറന്നു പിടിച്ച പരപ്പൻ കാണിക്കാർക്ക് ഇന്നും ആശ്ചര്യമാണ്. പരപ്പന് പണ്ടേ പുറപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടായ പിണക്കത്തിൻ്റെ പേരിൽ കോട്ടൂർ കാണിച്ചന്തയിൽ നിന്ന് യാത്ര പുറപ്പെട്ട പരപ്പൻ എത്തിയത് നഗരത്തിലെ മീൻ വിൽപ്പനക്കാരിയുടെ അടുത്താണ്. അവരവനെ വലിയ തുറയിലെത്തിച്ചു. സ്റ്റീഫൻ എന്ന് പേരിട്ടു. സ്വന്തം മകനാക്കി വളർത്തി. അങ്ങനെ കാട് വിട്ട് കടലിലെത്തിയ പരപ്പൻ ലോകം കണ്ടു, റേഡിയോ കേട്ടു. ഞാൻ പോയി റേഡിയോ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യർക്കും ആദിവാസി എന്ന് പറയുന്ന സമീപത്തിന് ഇവിടെ റേഡിയോ ഒന്നും ഇല്ല. അന്ന് റേഡിയോ ഒന്നും ഇല്ല. അന്ന് ഭയങ്കര വിലയാണ് റേഡിയോ. ആളുകൾക്ക് പാട്ട് കേട്ട് അന്ന് എല്ലാവരും നമ്മളെ വീട്ടിൽ പാട്ട് കേൾക്കാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ പാട്ട് കേട്ടാണ് അങ്ങനെ റേഡിയോ ഇരുന്ന് കുറച്ച് കാലം 10-20 വർഷം ഇരുന്ന്. കുറേ കാലത്തിനു ശേഷം തിരികെ കാട്ടിലേക്ക് മടങ്ങിയ പരപ്പനോടൊപ്പം കൂട്ടിനൊരു റേഡിയോയും ഉണ്ടായിരുന്നു.
അങ്ങനെ വനാന്തരത്തിൽ ആകാശവാണി കേൾക്കാൻ തുടങ്ങി. പരപ്പൻ കാണിക്കാർക്കിടയിലെ റേഡിയോ പരപ്പനായി. നമ്മൾ അവിടെ ഒരു പാറുണ്ട്, അതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ അങ്ങ് അക്കരെ ഉള്ളവർ 4-5 വീടുണ്ട്, അവർ കേൾക്കും. നല്ല സൗണ്ടാണ്. കൊച്ചാണ് ഈ റേഡിയോ, എങ്കിലും നല്ല സൗണ്ട്. 3 ബാറ്ററി വിടും. അന്ന് ഞങ്ങൾക്ക് കറണ്ടൊന്നുമില്ല. പരപ്പൻ്റെ മാധ്യമ കൗതുകം അവിടെയും അവസാനിച്ചില്ല. സ്വന്തം ഭൂമിയിൽ നട്ടുവളർത്തിയ കുരുമുളകിന് പകരം ഒരിക്കൽ പരപ്പൻ വിലയായി നാട്ടുകാരിലൊരാളോട് ചോദിച്ചത് പഴയ ഒരു TV സെറ്റാണ്. അങ്ങനെ ടെലിവിഷനും നെയ്യാർ കടന്ന് പുരവിമല കാണി കോളനിയിലെത്തി. TV കാണും, അത് നല്ല വാർത്തയൊക്കെ കാണുമല്ലോ. ഈ സീരിയലൊന്നും ഞാൻ കാണാൻ പോകില്ല. സിനിമയൊന്നും കാണില്ല. പാട്ടും കേൾക്കും. എനിക്ക് ഈ വാർത്തയാണ് കൂടുതൽ. ഇന്നിപ്പോൾ വനത്തിനുള്ളിൽ സ്മാർട്ട് ഫോണുകൾ പോലും സുലഭം. വനജീവിതവും ആഗ്രഹങ്ങളും നാടിനോടിണങ്ങി ചേർന്നിരിക്കുന്നു. പരപ്പനിലൂടെ കണ്ടും കേട്ടും തുടങ്ങിയ ലോകത്തെ സ്വന്തമാക്കാൻ കാണിക്കാർ ആഞ്ഞു തുഴഞ്ഞ് നെയ്യാറ്റിൻകര കടന്ന് നാടുകളിലേക്ക് നിത്യേന യാത്രയാണ്. കേട്ടും കണ്ടുമറിഞ്ഞ ലോകമല്ല പുറത്തുള്ളതെന്ന തിരിച്ചറിവോടെ കാടിൻ്റെ കുളിരിലേക്ക് മടങ്ങി വരാൻ വേണ്ടി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു സ്ഥലത്താക്കാൻ മണ്ണിനിടമില്ല. പുരവിമലയുടെ റേഡിയോ ചരിത്രം ഉറങ്ങുന്നത് ഇവിടെയാണ്. കാടിനും കാണിക്കാർക്കും ആദ്യമായി റേഡിയോ എന്ന മാധ്യമം പരിചയപ്പെടുത്തിയ റേഡിയോ പരപ്പൻ ഇന്നും ഇവിടെയുണ്ട്. റേഡിയോയിൽ നിന്നും ടെലിവിഷനിലൂടെ മൊബൈൽ ഫോൺ വരെ എത്തി നിൽക്കുകയാണ് പരപ്പൻ്റെ മാധ്യമ ചരിത്രം. ക്യാമറാമാൻ ശ്രീജിത്ത് എസിനോടൊപ്പം ദേവിക കൃഷ്ണ, നേത്ര ന്യൂസ്, മാർ ഇവാനിയോസ് കോളേജ്. ഇനി അജി രഘുവിനെ പരിചയപ്പെടുക. അതിവേഗത്തിൽ കണക്കുകൾ ചെയ്തു തീർക്കുന്ന, അസാധ്യമായ വേഗത്തിൽ എണ്ണവും വായനയും പൂർത്തിയാക്കുന്ന അജി രഘു ഗണിതശാസ്ത്ര ജീനിയസ് ശകുന്തളാദേവിയുടെ പിന്മുറക്കാരനാവാനുള്ള ശ്രമത്തിലാണ്. അഞ്ചക്ക സംഖ്യയെ മറ്റൊരു അഞ്ചക്ക സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഉത്തരം നിമിഷങ്ങൾക്കകം. 82 4 8 9 53 8 5 7. ആൻസർ 44 42 61 00 73. ഒരു വാക്ക് പലതരത്തിൽ എഴുതുവാനുള്ള കഴിവ്. ചടുലമായ വേഗത്തിലുള്ള വായന. കുണ്ടറ ഇളമ്പള്ളൂർ സ്വദേശിയായ അജി രഘുവിന്റെ വിസ്മയകരമായ സിദ്ധികൾക്ക് അവസാനമില്ല. വനം വകുപ്പ് ജീവനക്കാരനായ രഘുവിന് 300 അക്കങ്ങൾ ഓർത്തെടുത്ത് തിരിച്ചും മറിച്ചും പറയുവാൻ കഴിയും. 16 അക്ക സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കൃത്യമായി ഉത്തരം പറയും. 14 ഭാഷകളിൽ പ്രാവീണ്യം. അമ്പരിപ്പിക്കുന്ന ഈ കഴിവുകൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ 2010 എനിക്കിത് തോന്നുന്നത് ആദ്യമായിട്ടത്. റീചാർജ് ചെയ്യാൻ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയല്ലേ ഉള്ളൂ. റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ അധ്യാപകനെ വിളിക്കുകയാണെങ്കിൽ ക്ലാസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പോകാൻ പിന്നെ കാശില്ല. ആരെങ്കിലും വന്ന് കാർഡ് ചുരണ്ടുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒന്ന് ചാർജ് ചെയ്യാം എന്ന്. ഇനി കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരാൾ വന്ന് കാർഡ് മേടിച്ചു. അദ്ദേഹം ചുരണ്ടി അപ്പം തന്നെ ഞാൻ തൊട്ടടുത്തുകൂടെ നടന്ന് ഞാനങ്ങ് പോയി. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നമ്പർ പഠിച്ചെന്ന്. ഞാൻ ചുമ്മാ ഫോൺ എടുത്തിട്ട് *121 ഹാഷ് അടിച്ച് കാർഡ് ചാർജ് ചെയ്ത് ഹാഷ് അടിച്ചതിന് മൊബൈൽ സക്സസ്ഫുൾ റീചാർജ് 41 രൂപ അത് വീണു. വായനയ്ക്ക് അപാരമായ വേഗം. തികച്ചും യാദൃശ്ചികമായ തിരിച്ചറിഞ്ഞ ഈ കഴിവ് രോഗമാണോ എന്ന് ഭയപ്പെട്ടിരുന്നു അജി. അജിയുടെ ഇൻ്റലിജൻസ് കോഷ്യൻ 137.4 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16 സംഖ്യകൾ തമ്മിൽ 26 സെക്കൻഡ് കൊണ്ട് ഗുണിച്ചെടുത്ത ശകുന്തളാദേവി ലോക റെക്കോർഡിനുടമയാണ്. ഈ റെക്കോർഡ് ഭേദിക്കലാണ് അജിയുടെ ലക്ഷ്യം. ഇപ്പോൾ 41 സെക്കൻഡ് കൊണ്ടാണ് അജി ഗുണനം പൂർത്തിയാക്കുന്നത്. അക്കങ്ങളെയും അക്ഷരങ്ങളെയും കീഴടക്കിയ യോദ്ധാവാണ് അജി. കണക്കിലെ കുരുക്കുകളും ഭാഷയിലെ വിജ്ഞാനവും അദ്ദേഹത്തിന് സ്വായത്തമാണ്. ജന്മന സ്വന്തമായ കഴിവിനെ അറിവായി പകർന്നു കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. കുണ്ടറയിൽ നിന്നും ക്യാമറമാൻ ആദർശ് എസിനൊപ്പം തേജസ് ജോജി സക്കറിയ, മാർ ഇവാനിയോസ് കോളേജ്. എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന അപൂർവ രോഗത്താൽ ജീവിതം തന്നെ വലിയ വെല്ലുവിളിയാകുമ്പോഴും MBBSന് പ്രവേശനം നേടിയ ഇച്ഛാശക്തിയുടെ പേരാണ് സാന്ദ്ര സോമൻ. സാന്ദ്രയെ പോലുള്ള 100 കണക്കിന് പേരുടെ കൂട്ടായ്മയാണ് അമൃതവർഷിണി. സാന്ദ്രയുടെ ജീവിതതാളത്തിന് ഇടർച്ചയേതുമില്ല. ഇച്ഛാശക്തിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ബലിഷ്ഠമായ ചുമലുകളിലേറി സാന്ദ്ര ജന്മനാ ലഭിച്ച മാറാരോഗത്തെ നോക്കി മന്ദഹസിച്ചു. ഒരു ഫ്രാക്ചർ ഉണ്ടായി അടുത്തൊരു 5-6 മാസം വീണ്ടും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, സംഭവിക്കുന്നു. അതിനെ നമ്മൾ സംഭവിക്കുന്നതിനെ നേരിടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒത്തിരി പറഞ്ഞ ഫ്രണ്ട്സിൽ കൂടെ മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്.
എല്ലുകൾ നുറുങ്ങി പൊടിഞ്ഞു പോകുന്ന രോഗമാണ് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ. ജനിച്ച് 9ാം മാസം മുതൽ ഇങ്ങനെ ഒരു രോഗം കൊണ്ട് നടക്കുമ്പോഴും സാന്ദ്രയുടെ മനസ്സ് തളർന്നില്ല. പഠനത്തിൽ ഒരിക്കലും പിറകോട്ട് പോയില്ല. MBBS പ്രവേശനം നേടണമെന്ന ആഗ്രഹം രോഗത്തോടൊപ്പമാണ് സാന്ദ്രയ്ക്കൊപ്പം ചേർന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് ഓസ്റ്റിയോജെനിസിസ് രോഗികളുണ്ട്. കേവലം മരുന്നുകൊണ്ട് മാത്രം ഇവർക്ക് ജീവിതം കയ്യെത്തിപ്പിടിക്കാനാവില്ല. കൂട്ടായ്മകൾ നൽകുന്ന മനോധൈര്യം വളരെ പ്രധാനമാണ്. ഇവിടെയാണ് അമൃതവർഷിണി പ്രസക്തമാവുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ പറ്റിയിട്ട് യാതൊരു അറിവില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് ചെയ്യാനായിട്ട് എന്നെ ഭഗവാൻ ഏൽപ്പിക്കുന്നത്. അത് എന്തായാലും ഒരു നിയോഗം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇത് സാന്ദ്രയുടെ മാത്രം കഥയല്ല. അമൃതവർഷിണിയിലെ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ തളർത്താത്ത പൊരുതാനുറച്ച ഒരുപാട് ജീവിതങ്ങളുടെ കഥ കൂടിയാണ്. അമൃതവർഷിണിയിൽ നിന്നും ക്യാമറമാൻ ദീക്ഷിത്തിനൊപ്പം അഖിൽ ടി, നേത്ര ന്യൂസ്, മാർവേനീസ് കോളേജ്. കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കളിമൺ പാത്ര നിർമ്മാണം അന്യം നിന്നു പോകുമെന്ന ഭീഷണിയിൽ നെയ്യാറ്റിൻകരയിലെ തൊഴിക്കൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മാരക നിധി കളിമൺ പാത്ര നിർമ്മാണ മേഖല പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ കൊണ്ടും ജീവനക്കാരുടെ കുറവ് മൂലവും ശോചനീയാവസ്ഥ നേരിടുന്നു. കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായമായ കളിമൺ പാത്ര നിർമ്മാണം നേരിടുന്ന പ്രതിസന്ധി രൂക്ഷമാണ്. അഖിലേന്ത്യാ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ ധനസഹായത്തോടെ 1982 സ്ഥാപിച്ച സ്മാരക നിധിയുടെ പ്രധാന ലക്ഷ്യം കളിമൺ പാത്ര നിർമ്മാണവും കൈത്തറി ജോലിയും മറ്റും ഗ്രാമവാസികളെ പഠിപ്പിക്കുകയും അതുവഴി കേരളത്തിന്റെ പാരമ്പര്യത്തെ ഭാവി തലമുറയിലേക്ക് കൈമാറുക എന്നതുമായിരുന്നു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് കളിമൺ പാത്ര നിർമ്മാണം. പരമ്പരാഗതമായിട്ട് കുറേ ആൾക്കാർ ജോലി ചെയ്ത് വരുന്ന വ്യവസായമായിരുന്നു. അപ്പോൾ പഴയ ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ പുതിയ തലമുറ അതിനകത്തോട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പുതിയ തലമുറ ഇപ്പോൾ വന്ന് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആയിരുന്നു ഗാന്ധി സ്മാരകതയും ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. അത് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 82 തൊട്ട് 40 വർഷക്കാലമായിട്ട് ഇവിടെ വലിയ തടസ്സങ്ങളൊന്നുമില്ല നടന്നു പോകുന്നുണ്ട്. കേരളത്തിൽ അപൂർവം ഇതുപോലെ 1-2 യൂണിറ്റുകൾ മാത്രമേ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ഒരു യൂണിറ്റാണുള്ളത്. ഇന്ന് കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെ അവസ്ഥ ദയനീയമാണ്. പൊളിഞ്ഞ കെട്ടിടങ്ങളിൽ ഏതു നേരവും നിലം പതിക്കാവുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ഭയന്നാണ് ജീവനക്കാർ പണിയെടുക്കുന്നത്. ഗാന്ധി സ്മാരക നിധിയിലെ പാത്ര നിർമ്മാണം പല ഘട്ടങ്ങളിലായാണ് നടന്നു വരുന്നത്. ശേഖരിച്ചു വെച്ച മണ്ണ് വെള്ളം ചേർത്ത് ചവിട്ടിക്കുഴച്ച ശേഷം ആവശ്യാനുസരണം മെഷീൻ ഉപയോഗിച്ച് മയപ്പെടുത്തും. പിന്നീടാണ് മണ്ണ് ചെടിച്ചട്ടിയുടെയും ഫ്ലവർ വേസിൻ്റെയും മറ്റും ആകൃതിയിലാക്കി മാറ്റുന്നത്. വർഷം കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നു. പഠിച്ചെടുക്കാൻ 6 മാസം ഇവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൽ പഠിച്ചു. പക്ഷെ 6 മാസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലേ. ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ 6 മാസം കൊണ്ട് പറ്റുമല്ലോ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്താണ് വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇവ ഒരാഴ്ചയോളം മാറ്റിവെക്കും. കനലും വിറകും ഇട്ട് ചൂടാക്കിയ ചൂളയിലേക്ക് കയറ്റും. 2 ദിവസത്തിന് ശേഷം ചൂള തണുത്തു കഴിഞ്ഞ് പാത്രങ്ങൾ പുറത്തെടുക്കും. പാത്രങ്ങൾ കൈകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നതും ആകൃതി വരുത്തുന്നതും. ഇതിന് പ്രത്യേക പരിശീലനം വേണം. ഇവിടെ നിന്നും നിർമ്മിക്കുന്ന കളിമൺ പാത്രങ്ങൾ ഓർഡർ അനുസരിച്ചും ടൗണിലേക്കും മറ്റും വിപണിയിലേക്ക് എത്തിക്കുന്നു. മാറിവരുന്ന ശീലങ്ങൾ കൊണ്ട് മലയാളി തീൻമേശയിൽ അലുമിനിയം പൊതിഞ്ഞ ക്യാൻസർ വിളമ്പുമ്പോൾ തനത് ശൈലിയിലുള്ള കളിമൺ പാത്ര നിർമ്മാണം അന്യം നിന്ന് പോകുന്നു. നാടൻ രുചി നാവിൽ നിന്ന് പോകാതിരിക്കട്ടെ. ക്യാമറമാൻ ആദർശിനോടൊപ്പം ക്രിസ്ത്യൻ എലിസബത്ത് വിൽസൺ, നേത്ര ന്യൂസ്, മാർവേനീസ് കോളേജ്. ഇനി ജോസിനെ പരിചയപ്പെടാം. കരമനയാറ്റിൽ മുങ്ങിമരിച്ചവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ വിദഗ്ധനാണ് നാട്ടുകാരുടെ ജോസേട്ടൻ. കരമനയാറ്റിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോകുന്ന ജോസേട്ടൻ തിരികെ വരുന്നതും കാത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ജനസഞ്ചയത്തെ ഇടയ്ക്കിടെ ഈ തീരത്ത് കാണാം. അഴുകി ജീർണിച്ച ശരീരങ്ങൾ തേടിയുള്ള ഈ ജലയജ്ഞത്തിന്റെ തുടക്കം തികച്ചും യാദൃശ്ചികമായിരുന്നു. ഉറ്റ സുഹൃത്ത് യേശുദാസിനെ ആറിന്റെ ചുഴികൾ വിഴുങ്ങിയപ്പോൾ ഒന്നും നോക്കാതെ ജോസ് നദിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. യേശുദാസിന്റെ ചലനമറ്റ ശരീരം മാത്രമാണ് നദി ജോസേട്ടന് തിരികെ നൽകിയത്. എൻ്റെ ഫസ്റ്റ് അനുഭവം ഞങ്ങളിങ്ങനെ റോഡിലൊക്കെ ചാവടിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴോ നല്ല മഴയുണ്ട്, ഒഴുക്കുണ്ട്. ഒഴുക്കുണ്ടായിരുന്നപ്പോൾ അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു അവിടെ ഒരു ജഡം കിടക്കുന്നു, കൊച്ചു പെണ്ണാണ് അതെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തുന്ന നോക്കിയപ്പം പിന്നെ നല്ല ഒഴുക്കുണ്ട്. ഇക്കര സൈഡിലാണ് കിടന്നത്. അപ്പോൾ നീന്താനും വെള്ളമൊന്നുമില്ല, നീന്തി തന്നെ എടുക്കണം. അങ്ങനെ ആരും ഇറങ്ങാറില്ലാതെ വന്നപ്പോൾ ഞാനങ്ങ് ഇറങ്ങി നീന്തി കരയ്ക്ക് അടുപ്പിച്ച് കൊടുത്ത് അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. രക്ഷിക്കാന്ന് പറയുന്നത് നമ്മൾ ചില വീഴുന്ന നിവരുമ്പോഴേ ആൾക്കാർ കാണുമ്പോഴാണ് നമ്മൾ കരയ്ക്കടുക്കുക. പിന്നീട് ഇങ്ങോട്ട് ഒരു നിയോഗം പോലെ ജോസ് ആരെങ്കിലും കരമനയാറ്റിൽ മുങ്ങിക്കാണാതായി എന്ന് പറഞ്ഞാൽ ഓടിയെത്തും. 10ലേറെ മൃതദേഹങ്ങൾ ആറ്റിൽ നിന്ന് ഇതുവരെ മുങ്ങിയെടുത്തു. പോലീസ് വിളിക്കും, അല്ലെങ്കിൽ ആൾക്കാർ വിളിക്കും. ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഒരു സഹകരണത്തിൻ്റെ വിളിച്ച് കരയ്ക്ക് അടുക്കി കൊടുക്കും.
പിന്നെ അങ്ങനെ കാശുമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ നമ്മളെ ബോഡി എടുത്തു കൊടുക്കുന്ന അവരെ പേരും അഡ്രസ്സൊക്കെ അവർ എഴുതി കൊണ്ടുപോകും. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വേറെ വിവരങ്ങളൊന്നും വരാറില്ല. കൂലിപ്പണിയെടുത്താണ് ജോസ് കഴിയുന്നത്. ഇപ്പോൾ നാട്ടുകാർ ജോസിനെ മുങ്ങൽ വിദഗ്ധനായാണ് കാണുന്നത്. ആരെങ്കിലും ആറ്റിൽ അപകടത്തിൽപ്പെട്ടാൽ ഉടൻ ജോസിന് വിളിയെത്തും. ഒന്നുകിൽ നാട്ടുകാർ, അല്ലെങ്കിൽ പോലീസ്. വെള്ളിത്തിരയിൽ മാത്രമല്ല ഇത്തരം മനുഷ്യർ ജീവിക്കുന്നത്. വേതനമോ പ്രശസ്തിക്കോ വേണ്ടി മാത്രമല്ല ജോസേട്ടൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. പരസ്പരം പുഞ്ചിരിക്കാൻ പോലും മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജോസേട്ടനെ പോലെ ഒരാൾ മനുഷ്യത്വത്തിന് മൂല്യം നൽകുന്നു. കൂക്കുടി പാലത്തിൽ നിന്നും അശ്വന്ത് അഷ്ടമനോടൊപ്പം മേഘ ജസ്റ്റിൻ, നേത്ര ന്യൂസ്, മാർവാന്യൂസ് കോളേജ്. നേത്ര ന്യൂസിൽ ഇനിയൊരിടവേള. തിരുവനന്തപുരം നഗരത്തിന് സുപരിചിതമായ പേരാണ് ബുള്ളറ്റ് മുരുകൻ. ബുള്ളറ്റ് ബൈക്ക് മെക്കാനിക്കുകൾക്കിടയിലെ രാജാവാണ് ബുള്ളറ്റ് മേസ്തിരി എന്നറിയപ്പെടുന്ന മുരുകൻ. ബുള്ളറ്റിനെ പൗരുഷത്തിന്റെ അടയാളമായി കണ്ട പഴയ കാലം ഇന്നും പ്രസക്തം. ബുള്ളറ്റിനെ ബുള്ളറ്റാക്കുന്നതിൽ അതിൻ്റെ ശബ്ദത്തിന് പ്രധാന പങ്കുണ്ട്. മുരുകൻ കൈയോടിച്ച ബുള്ളറ്റിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക താളമാണ്. ഇരുചക്ര വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ബുള്ളറ്റ് മുരുകൻ കൈവയ്ക്കാത്ത ബുള്ളറ്റ് അല്ലെന്ന് തന്നെ തലസ്ഥാനത്തെ യുവാക്കൾ പറയും. കുട്ടിക്കാലത്തെ തുടങ്ങിയതാണ് മുരുകൻ്റെ വാഹനപ്രേമം. ഈ എൻഫീൽഡ് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അത് 3600 രൂപയാണ് എൻഫീൽഡിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർക്കൊക്കെയാണ് അത്തരം ഒരു വണ്ടി ഉള്ളത്. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ പഴയ ഇമ്പോർട്ടഡ് വണ്ടികളൊക്കെ അവിടെ വർക്ക്ഷോപ്പിൽ പണിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ആ പണികളെല്ലാം പഠിക്കാൻ പറ്റി. ഞാനിപ്പം ഒരുപാട് ഇമ്പോർട്ടഡ് വണ്ടികൾ പണിയുമായിരുന്നു. എന്നാലും ആടി ഇഷ്ടംപോലെ എടുക്കണമുണ്ട്. ആടികളൊക്കെ ഇപ്പം ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാൻ പണ്ടും പണിയും ഇപ്പോഴും പണിയണമുണ്ട്. ബുള്ളറ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ച് മണിക്കൂറുകൾ കളയുന്നവരുള്ള നാട്ടിൽ ബുള്ളറ്റ് മെക്കാനിക്കുകളെ ചുറ്റിപ്പറ്റിയും കഥകളേറെ. പണ്ടൊരു ബുള്ളറ്റ് മേസ്തിരി ഉണ്ടായിരുന്നു. പേര് ഫ്രാൻസിസ് ഫെർണാണ്ടസ്.
പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ആരും അറിയില്ല. പഞ്ചിക്കുട്ടി മേസ്ത്രി എന്ന് പറഞ്ഞാലാകട്ടെ അറിയാത്തവരാരുമില്ല. പഞ്ചിക്കുട്ടിയുടെ കളരിയിലായിരുന്നു മുരുകൻ ആദ്യം ബുള്ളറ്റ് റിപ്പയറിംഗ് കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. മേശിരി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പേരും തന്നെയായിരുന്നു. കാരണം ഇതുപോലെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊന്നുമില്ല, 4 വർക്ക്ഷോപ്പ്. അത് കാരണം പുള്ളിയുടെ അനിയൻ ജ്യേഷ്ഠന്മാരൊക്കെ തന്നെയാണ് ഇട്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് പലരും പഠിച്ചിറങ്ങി അവിടെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വർക്ക്ഷോപ്പുകളിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് തന്നെ ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഇത്രയും വർക്ക്ഷോപ്പുകളൊക്കെ ആയത്. റോയൽ എൻഫീൽഡ് കമ്പനിക്ക് സ്വന്തമായി സർവീസ് സെൻ്റർ ഉണ്ടെങ്കിലും കമ്പനി മെക്കാനിക്കുകൾക്കും സംശയം തീർണമെങ്കിൽ ബുള്ളറ്റ് മുരുകൻ തന്നെ ശരണം. അത്യാധുനികമായ വർക്ക്ഷോപ്പുകളും മെക്കാനിക്കുകളുമുള്ള ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുരുകൻ മേശ്ശേരി വാഹനപ്രേമികളുടെ വിശ്വസ്തനായി തുടരുന്നത്. ജഗതിയിലെ മുരുകൻ മേശ്ശേരിയുടെ വർക്ക്ഷോപ്പിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ആനന്ദ് യശോധനോടൊപ്പം ആരോമലേജി, നേത്ര TV, മാറിവാനീസ് കോളേജ്. തിരുവനന്തപുരം നഗരസഭയിലെ കുന്നുകുഴി വാർഡ് കൗൺസിലർ IP ബിനു എന്തുകൊണ്ടും വ്യത്യസ്തനാണ്. വാർഡിലെ കൊതുകു നശീകരണത്തിനായി നിത്യേന രാവിലെ ഫോഗിങ്ങിനിറങ്ങുന്ന ബിനു പൊതുപ്രവർത്തകർക്ക് മാതൃകയാകുന്നു. കുന്നുകുഴി വാർഡ് കൗൺസിലർ IP ബിനുവിന്റെ രാവിലെകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദേഹമാസകലം ആവരണമണിഞ്ഞ് കൊതുകു നശീകരണത്തിന് വേണ്ടി ഫോഗിംഗ് മെഷീനുമായി പുറത്തിറങ്ങുന്ന കൗൺസിലർ. 2 തരം കെമിക്കലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് 5 ലിറ്റർ ഡീസലും അതിൽ 200 ml കെമിക്കലാണ്. 2 കെമിക്കലുണ്ട്, ഒന്ന് പയറത്തിനും ഒന്ന് മാലത്തിനും. 2 തരം കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. 200 ml കെമിക്കൽ അതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ 1 ലിറ്റർ പെട്രോൾ, ഇത് പ്രവർത്തിക്കാണ്ട് പെട്രോൾ. ഭരണകക്ഷിയുടെ കൗൺസിലർ ആണെങ്കിലും നഗരസഭയുടെ പരാധീനതകൾ കാരണം കുന്നുകുഴി വാർഡിലെ ഫോഗിംഗ് ബിനുവിന് സ്വയം ചെയ്യേണ്ടി വരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രം അവശേഷിച്ചപ്പോൾ നഗരത്തിലെ താഴ്ന്ന പ്രദേശമായ കുന്നുകുഴി വെള്ളക്കെട്ട് മൂലം കൊതുകുജന്യ രോഗങ്ങളുടെ വിളനിലമായി മാറി. ഫോഗിംഗ് പതിവായി നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നഗരസഭയിൽ ആവശ്യത്തിന് ജീവനക്കാരോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഗതികെട്ട IP ബിനു ഫേസ്ബുക്കിൽ സഹായം തേടി പോസ്റ്റ് ഇട്ടു. ഒരു സുഹൃത്ത് ഫോഗിംഗ് മെഷീൻ വാങ്ങി നൽകി. പക്ഷേ ഫോഗ് ചെയ്യാൻ ആരെയും കിട്ടിയില്ല. പിന്നെ ബിനു ഒന്നും നോക്കിയില്ല. എന്താ വേഷം ഇട്ടാൽ ആടണം, അല്ലെങ്കിൽ ആടാൻ പോകില്ല എന്നാണ് എനിക്ക് മുമ്പേ പഠിച്ചിട്ടുള്ള നേതാക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങിയ തൃപ്തി വരും, അത്രേ ഉള്ളൂ. ജനങ്ങളുടെ ഫ്രണ്ടിൽ വോട്ട് ചോദിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ നമ്മൾ ജനപ്രതിനിധികൾ ബാധ്യസ്ഥരാണ്. അത് മനസ്സിലാക്കിയാണ് ഇങ്ങനെ സജീവമായിട്ട് പോകണം. അതുകൊണ്ട് ആൾക്കെല്ലാം വലിയ കാര്യമാണ്. ഇതുപോലൊരു കൗൺസിലറെ കാണാൻ കിട്ടുക പ്രയാസമെന്ന് നാട്ടുകാർ. പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇപ്പം തറ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുന്നുകൾക്ക് എന്താവശ്യം വന്നാലും പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ വീട്ടിലും പുള്ളിയുടെ കോൺടാക്ട് നമ്പർ പുള്ളി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചി ഉണ്ടാവും. ഈ സഞ്ചിയിൽ അദ്ദേഹം ലെറ്റർ പാഡും സീലും പേനയും ഒക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അയാൾ വീട്ടിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. സമയം പുലർച്ചെയായിട്ടും കുന്നുകുഴി വാർഡിലെ ജനങ്ങൾ ഇനിയും ഉറക്കത്തിലാണ്. മഴക്കാലമായിട്ടും കൊതുകടി കൊള്ളാതെ അവരെ ഉറങ്ങാൻ സഹായിക്കുന്ന കാരണക്കാരനാകട്ടെ അടുത്ത ദൗത്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കുന്നുകുഴി വാർഡിൽ നിന്നും ക്യാമറാമാൻ ആരോമലിനോടൊപ്പം അമൽ MP, നേത്ര ന്യൂസ്, മാറിവാനീസ് കോളേജ്. വനത്തിനുള്ളിൽ ആദിവാസി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാണ്. സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഇവരില്ലെങ്കിൽ കേരളത്തിലെ ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇന്നും കേവലം സ്വപ്നമായി അവശേഷിക്കുമായിരുന്നു. സുദർശനൻ മാഷ് നേരം വെളുക്കുന്നതിന് മുൻപേ പുറപ്പെട്ടു കഴിഞ്ഞു. അമ്പൂരിയിൽ നിന്ന് പുറവുമരയിലേക്കാണ് യാത്ര. അവിടെ നിന്ന് നെയ്യാർ കടത്ത് കടക്കും. വഞ്ചിയുണ്ട്, പക്ഷേ ഇനിയൊരു കടത്തുകൂടിയുണ്ട്, കൊബൈക്കാണി കടത്ത്. അവിടെ പുഴ നീന്തി കടക്കണം. പിന്നെ വനത്തിനുള്ളിലൂടെ 6 കിലോമീറ്റർ നീളുന്ന നടത്തം. ലക്ഷ്യം പ്ലാത്തി ആദിവാസി ഏകാധ്യാപക വിദ്യാലയം. രാവിലെ 3.5 മണിക്കൂർ നീളുന്ന ഈ യാത്ര കഴിയുമ്പോഴേക്കും പ്രായം 71 കഴിഞ്ഞ് സുദർശനൻ മാഷ് തളർന്നവശനാകും. പക്ഷേ ക്ഷീണം പുറത്തു കാണിക്കാനാവില്ല. മാഷ് കരുതി കാട്ടിനുള്ളിലെ ഊരുകളിൽ നിന്ന് പഠിക്കാനെത്തിയ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കണം. നാളെയെങ്കിലും ഒരു മെച്ചപ്പെട്ട വേതനം ലഭിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബം പുലർത്താനുള്ള ഒരു നല്ല ഒരു അവസരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. സർക്കാർ ഒരു കുട്ടിക്ക് 100 ഗ്രാം അരി വീതം നൽകുന്നുണ്ട്. ചോറുണ്ടാക്കി ഉച്ചഭക്ഷണം നൽകും. അരി തികഞ്ഞില്ലെങ്കിൽ തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നെടുത്ത് മാഷ് കുറവ് നികത്തും. സുദർശനൻ മാഷെ പോലെ നിരവധി പേർ കേരളത്തിലെ വനാന്തരങ്ങളിൽ ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ അധ്വാനത്തിന് ആനുപാതികമായ ശമ്പളം സർക്കാർ നൽകുന്നില്ല. പക്ഷേ കേവലം ശമ്പളം മാത്രമല്ല മാഷെ പോലുള്ളവരെ ഈ ജോലിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. തങ്ങളുടെ ജോലിയിലൂടെ നിർവഹിക്കപ്പെടുന്ന സാമൂഹ്യ ദൗത്യത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. കൊടിയം MGLC സ്കൂളിലെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് സുദർശൻ മാഷാണ്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കാടിനെ സ്നേഹിച്ച, കാടിന്റെ മക്കളെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ഇവിടെ തുടരുന്നു. ക്യാമറമാൻ കിരൺ ബാബുവിനോടൊപ്പം ജിൻസി AP, നേത്ര ന്യൂസ്, മാറിവാനീസ് കോളേജ്. ഇനി മുറുക്കുതെരുവിലേക്ക് പോകാം.
കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി തിരുവനന്തപുരം വെടിവച്ചാൻ കോവിലിന് സമീപമുള്ള തെരുവിന്റെ രുചിപ്പെരുമ കേൾവി കേട്ടതാണ്. മുറുക്ക് തെരുവിന്റെ ചരിത്രം 2 സ്ത്രീകളിൽ നിന്ന് തുടങ്ങുന്നു. ഗോമതിയും വേലമ്മയും. ഇവർ വീടുകളിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കച്ചവടമാണ് പിന്നീട് ആ തെരുവിനെ എല്ലാവരും അറിയപ്പെടുന്ന മുറുക്ക് തെരുവാക്കി മാറ്റിയത്. ഇന്ന് മുറുക്ക് തെരുവ് നിവാസികളിൽ ഭൂരിഭാഗത്തിന്റെയും ഉപജീവന മാർഗം പലഹാരമുണ്ടാക്കൽ തന്നെ. മുറുക്കുകട തുടങ്ങിയത് അമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഈ കോവിലിൻ്റെ അപ്പുറത്തായിട്ട് നേരെ ഒരു വേലമ്മ എന്ന് പറയുന്നവരുണ്ട്. അവരും ഈ അമ്മയാണ് ഇവിടെ തമ്പുർക്കിൻ്റെ ആദ്യ അറിവിൽ 2 പേരാണ്. ഓണവും കല്യാണ സീസണുമായാൽ മുറുക്ക് തെരുവിൽ തിരക്കേറും. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. കഥകളും തമാശകളും പറഞ്ഞു പോകുന്നതിനിടെ ഇതുപോലെ മുറുക്കും ലഡുവും ഒക്കെ തയ്യാറാകുന്നു. ഓർഡറൊക്കെ വരും. കല്യാണ ഓർഡർ വരും, പ്രസവത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വരും. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. 7 ഐറ്റം 9 ഐറ്റം അങ്ങനെയൊക്കെ ചെയ്തു. ആ സീസൺ വരുമ്പോൾ തിരക്കുണ്ട്. മുറുക്ക് തെരുവിൽ അമിത ലാഭത്തിനായുള്ള മത്സരമില്ല. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ആരും പരസ്പരം തല്ലുകൂടാറില്ല. പലഹാര പെരുമയ്ക്ക് പിന്നിൽ ഈ കൂട്ടായ്മയുടെ ശക്തിയുണ്ട്. മായം ചേർന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ തീന്മേശയിലെത്തുന്ന ഈ കാലഘട്ടത്തിലും യാതൊരുവിധ മായവും ഉപയോഗിക്കാതെ ജനങ്ങളിലേക്ക് പലഹാരം എത്തിക്കുന്ന ഒരു കൂട്ടം ജനത ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. മുറുക്ക് തെരുവിൽ നിന്നും ക്യാമറാമാൻ ആരോമലേജിക്കൊപ്പം ശ്രുതി പ്രസാദ്, നേത്ര ന്യൂസ്, മാറവാന്യൂസ് കോളേജ്. ഫുട്ബോളിന്റെ സാമ്പാതാളത്തിൽ മതിമറന്നവരെ നാം കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് കണ്ടു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും പടർന്ന ഫുട്ബോൾ ജ്വരത്തിന്റെ കഥകളിൽ നിന്നും വ്യത്യസ്തമാണ് കൊല്ലം പള്ളിമുക്ക് സ്വദേശി സുധീറിന് പറയാനുള്ളത്. സുധീർ എന്ന് പറഞ്ഞാൽ കൊല്ലം പള്ളിമുക്കുകാർ തിരിച്ചു ചോദിക്കും, ബ്രസീൽ സുധീർ ആണോ എന്ന്. ബ്രസീലിന്റെ സോക്കർ തമ്പുരാക്കന്മാരെ സുധീർ തന്റെ നെഞ്ചോട് ചേർത്തിട്ട് കാലം കുറയായി. എന്തായാലും ലുഷ്കിനെയും റഷ്യയും സുധീറിന്റെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തി. നെയ്മറിന്റെ അഭിനയ പാടവം കൊണ്ട് കളി ജയിക്കാനാവില്ലെന്ന് സുധീർ വേദനയോടെ തിരിച്ചറിഞ്ഞു. കളിയുടെ ആരവങ്ങൾ അടങ്ങുമ്പോഴും സുധീറിനെ സാമ്പാത്താളവും മഞ്ഞപ്പകിട്ടും വിട്ടൊഴിയുന്നില്ല. കളിയരങ്ങ് ഉണരുന്നതിനു മുമ്പേ ഈ കട്ട ബ്രസീൽ ഫാൻ മഞ്ഞയെ ആകെ പുൽകിയിരുന്നു. ഷർട്ട് മഞ്ഞ, കാർ മഞ്ഞ, സ്കൂട്ടർ മഞ്ഞ, എന്തിനേറെ വീടാകെ മഞ്ഞ. സുധീറിന് ചുറ്റും നോക്കിയാൽ മാറക്കാനയിലെ മൈതാന മധ്യത്തിൽ നിൽക്കുന്നത് പോലെ തോന്നും. ജ്യൂസ് കട നടത്തി കഴിയുന്ന ഈ മുൻ പ്രവാസിയുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ബ്രസീൽ ആരാധനയിൽ ഒഴുകിപ്പോയി. 56,000 രൂപയായിരുന്നു വാഹനത്തിന് പീതവർണ്ണം ചാർത്താൻ ചെലവാക്കിയത്. എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ്. 4 വർഷം കൂടി വേൾഡ് കപ്പ് വരുന്ന സമയം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ വണ്ടിയാണ്. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാ തവണയും കൊല്ലത്തിന് വേണ്ടി ഞാൻ ഇവിടെ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് വീടും ബൈക്കും കൂടി ഇതാണ് കാക്കിയെടുക്കുന്നത്. എല്ലാം ഒന്നിച്ച് ചെയ്ത് ആദ്യമായിട്ടാണ്. കുടുംബം ഒന്നാകെ ഈ ഫാൻ ക്ലബിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. നാട്ടിലെ അർജന്റീന ആരാധകരുടെ കളിയാക്കൽ ഒഴിച്ചാൽ സുധീറിനെ അലോസരപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ ശീലങ്ങളിലില്ല. ഗാലറികളിലും ടെലിവിഷന് മുന്നിലും ഇരുന്ന് സ്വന്തം ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ബ്രസീൽ സുധീറിനെ പോലുള്ളവർക്ക് ടീമിന്റെ തോൽവിയോ വിജയമോ ഒന്നും ബാധകമല്ല. ഈ ആരാധകരുടെ ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഏതൊരു ടീമിനും വിജയത്തിൽ നിർണായകമായി മാറുന്നത്. ക്യാമറമാൻ നിഖിൽ വിക്ടർ ജോയ്ക്കൊപ്പം നിധിൻ നാസർ, നേത്ര ന്യൂസ്, മാറവാന്യൂസ് കോളേജ്. ജൈവ വൈവിധ്യ കാഴ്ചകളുടെ വിസ്മയലോകമൊരുക്കി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ആവശ്യകത വിദ്യാർത്ഥികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വള്ളക്കടവിലെ ഈ പഴയ ബോട്ടുപുര മ്യൂസിയമായി മാറിയിരിക്കുകയാണ്. വിവിധ ആവാസ വ്യവസ്ഥകളുടെയും ജീവജാലങ്ങളുടെയും ഡിജിറ്റൽ രൂപമൊരുക്കിയും കാഴ്ചകൾക്കും വിവരങ്ങൾക്കും പ്രാധാന്യം നൽകിയുമാണ് ഇവിടുത്തെ ഓരോ കിയോസ്കുകളും പാനലുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ജൈവവൈവിധ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം, അതെങ്ങനെ കൺസർവ് ചെയ്യണം, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഇന്നലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യകതയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടെ പരിസ്ഥിതി അവബോധം ലഭിക്കുന്ന തരത്തിൽ കഴിഞ്ഞ പരിസ്ഥിതി ദിനമായ ജൂൺ 5-നാണ് മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഇന്ത്യയിലെ 2ാമത്തെ സയൻസ് ഓൺ സ്ഫിയറാണ് മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നാസയുടെ സഹായത്തോടുകൂടി തത്സമയം വിവരങ്ങൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയാണിത്. കാറ്റിൻ്റെ ഗതി, കാലാവസ്ഥ, മേഘരൂപീകരണം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നാസയുടെ സാറ്റലൈറ്റ് വഴി സമുദ്രം, അന്തരീക്ഷം, ഭൂമി എന്നിവയെ നിരന്തരമായി നിരീക്ഷിച്ച് അവയ്ക്കുണ്ടാകുന്ന പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ദൃശ്യങ്ങൾ ഈ 6 ഫീറ്റ് ഡയമീറ്ററുള്ള ഈ ഗോളത്തിൽ ലഭ്യമാക്കുന്നു. ഒരേ സമയം 60-ലധികം പേർക്ക് ഇരിക്കാവുന്ന 3D തിയേറ്ററിൽ ചെറു പരിസ്ഥിതി സംബന്ധിത അനിമേറ്റഡ് വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നു. ഇപ്പം പ്രധാനമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നമാണ് നമുക്ക് ഡീഫോറസ്റ്റേഷൻ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ്, പിന്നെ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉൾക്കൊള്ളുന്ന ഒരു 3D ഷോയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കഫറ്റീരിയയും നാടൻ മത്സ്യങ്ങളുടെ അക്വേറിയവും വെർട്ടിക്കൽ ഗാർഡനും മ്യൂസിയത്തിന് മിഴിവേകുന്നു.
പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന മ്യൂസിയം വിസ്മയ കാഴ്ചയൊരുക്കി വിദ്യാർത്ഥികൾക്കായി കാത്തിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ അടുത്തറിയാൻ ഒരു മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയത്തിൽ നിന്നും ക്യാമറമാൻ ദീക്ഷിതിനോടൊപ്പം ഷിനോജസ്റ്റി, നേത്ര ന്യൂസ്, മാർവാനീസ് കോളേജ്. മഷി തീർന്ന പേനകൾ വലിച്ചെറിയാനുള്ളതല്ല, പകരം വീണ്ടും മഷി നിറച്ച് പുത്തനായി ഉപയോഗിക്കുക തന്നെ വേണം. പ്രകൃതി സംരക്ഷണം മാത്രമല്ല, അതിലുപരി പേനകളോടുള്ള ഇഷ്ടവും കൗതുകവുമാണ് പഴനിയെ ഡോക്ടർ പഴനിയാക്കിയത്. പേനകൾക്കായി ഒരു ക്ലിനിക് കേൾക്കുമ്പോൾ തന്നെ കൗതുകമുയരുന്നു. ഇത് ഡോക്ടർ പഴനിയുടെ ആശുപത്രിയാണ്. മഹാരാജാവും PV ഗിരിയും തൊട്ട് ഇന്നത്തെ IAS IPS ഉദ്യോഗസ്ഥരുടെ പേനകൾ ഇവിടെ ചികിത്സയ്ക്കെത്താറുണ്ട്. ഇത് തുടങ്ങാൻ കാരണം സ്വർണ്ണപ്പണിയായിരുന്നു എൻ്റെ അച്ഛൻ ആദ്യം. അത് മൊറാർജി ദേശായി സ്വർണ്ണ നിയന്ത്രണം കൊണ്ടുവന്നാൽ ആ പണി മതിയാക്കിയിട്ട് പേന വർക്ക് തുടങ്ങിയതാണ്. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ തുടങ്ങി. മറ്റു ആശുപത്രികളെ പോലെ ഇവിടെ വേർതിരിവുകളില്ല. ഏവർക്കും ഇവിടെ ചികിത്സ നേടാം. ബോൾട്ടൻ പെൻ തുടങ്ങി ക്യാമൽ, കാരവാൻ, പാർക്കർ, പൈലറ്റ് തുടങ്ങിയ പേനകൾ ഡോക്ടർ പഴനിയുടെ രോഗികളായി എത്താറുണ്ട്. ഫില്ല് ചെയ്യാൻ പേന പറ്റാത്ത പേനകൾ ഇപ്പോൾ വരണില്ല, എല്ലാം ഫില്ല് ചെയ്യുന്ന പേനകൾ തന്നെ വരണത്. അതിന് ഫില്ല് ചെയ്യാൻ അറിഞ്ഞൂടാതെ ഓരോരുത്തർ കളയുന്നുണ്ട്, അതിന് നമ്മൾ കൊടുക്കും. പഴനിയുടെ പേന കൗതുകം ഇപ്പോൾ തുടങ്ങിയ ഒന്നല്ല. സ്വർണ്ണപ്പണിക്കാരനായ അച്ഛനിൽ നിന്നും കിട്ടിയ കുലത്തൊഴിൽ എന്നതിലുപരി പഴനിയുടെ ജീവിത വരുമാനവും പ്രധാന ജോലിയും ഇതുതന്നെയാണ്. ഏതൊരു പഴയ പേനയും പഴനിയുടെ കയ്യിൽ കിട്ടിയാൽ പുതുപുത്തനാകും. വർഷങ്ങളായി ക്ലിനിക് നടത്തിവരുന്ന വാടകമുറി ഇടിഞ്ഞു വീണതോടെ ആശുപത്രി വീട്ടിലേക്ക് മാറ്റി. ക്ലോക്കും വാച്ചും വില കൂടിയ പല പേനകളും ഉപകരണങ്ങളും ഉൾപ്പെടെ 19 ലക്ഷത്തിന്റെ നഷ്ടമാണ് വാടക വീട് തകർന്നപ്പോൾ പഴനിക്കുണ്ടായത്. നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ ഉടമസ്ഥൻ കൈയൊഴിഞ്ഞു. 10 രൂപയുടെ പേന പോലും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന പുതുതലമുറയ്ക്ക് ഡോക്ടർ പഴനിയുടെ ഈ ക്ലിനിക് ഒരു മാതൃക തന്നെയാണ്. ഇതൊരു ആശുപത്രിയാണ്, എന്നാൽ ഇവിടുത്തെ രോഗികൾ മനുഷ്യരല്ല, പേനകളാണ്. 10 രൂപയുടെ പേന വാങ്ങിയാൽ പോലും വലിച്ചെറിയുന്ന പുതുതലമുറയ്ക്ക് ഈ ആശുപത്രി ഒരു മാതൃകയാണ്. മണക്കാട് നിന്നും ക്യാമറമാൻ ആദർശ് എസിനോടൊപ്പം സാന്ദ്ര സേനൻ, നേത്ര ന്യൂസ്, മാർവാനീസ് കോളേജ്. നേത്ര ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. ഇനി നേത്ര ഡോക്യുമെന്ററി.